ഹായ് ഫ്രണ്ട്സ്, മൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ അനാലിസിസ് യൂസിങ് എക്സൽ എന്ന മൊഡ്യൂളിലെ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ആണ്. അതെങ്ങനെ അതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, highlight the winning margin that are greater than 50s and also find out the top 10 winning margin greater than 50. Okay. രണ്ട് ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നത്. ഫസ്റ്റ് ഹൈലൈറ്റ് ദ വിന്നിംഗ് മാർജിൻ ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ 50 എന്നുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കോളം ഈ ടേബിളിൽ നിന്ന് ഒരു കോളം സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് പിവറ്റ് ടേബിൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ച പിവറ്റ് ടേബിളിംഗ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോളം സെലക്ട് ചെയ്തു. ടേബിളിൽ നിന്ന് ഏത് കോളം നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ. ഉദാഹരണത്തിന് ഈ കോളം സെലക്ട് ചെയ്തു. പിന്നെ ഇൻസേർട്ട് എടുക്കുക. ഇൻസേർട്ട് എടുത്തിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് പിവറ്റ് ടേബിൾ. ഓക്കെ, പിവറ്റ് ടേബിൾ എടുക്കുക. പിവറ്റ് ടേബിൾ എടുത്തിട്ട് എക്സിസ്റ്റിംഗ് ടേബിൾ കൊടുക്കുക. ദെൻ ഈ ടേബിളിൻ്റെ സെലക്റ്റഡ് ഡാറ്റ റേഞ്ച്, അത് ഈ കോളം ഈ ഐക്കൺ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചോദിക്കുന്നത് വാട്ട് ആർ ദ ലൊക്കേഷൻ. നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രീ ഉള്ള ഒരു ലൊക്കേഷൻ കാണിച്ചു കൊടുത്താൽ മതി. ഞാൻ കുറച്ച് അടിയിലേക്ക് എടുത്തിട്ട് കൂടെ ഒരു ലൊക്കേഷൻ കാണിച്ചു. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ദെൻ ക്രിയേറ്റ്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിൽ ഈ ടേബിളിൽ നമ്മൾ റോസും വാല്യൂസും ഒക്കെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ചോദിച്ചത്, ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. ഹൈലൈറ്റ് എ വിന്നിംഗ് മാർജിൻ ആൻഡ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ 50s. വിന്നിംഗ് മാർജിൻ കാണണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിന്നിംഗ് മാർജിൻ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ റോസ് എന്നുള്ളിടത്ത് നമ്മൾ ഐ ഡി കൊടുക്കുക. ഓക്കെ, ദെൻ വാല്യൂസ് എന്നുള്ളിടത്ത് വിന്നിംഗ് മാർജിൻ എന്ന് കൊടുക്കുക. റിസൾട്ട് മാർജിൻ. വാല്യൂസ് എന്നുള്ളത് വിന്നിംഗ് മാർജിൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സം ഓഫ് റിസൾട്ട് മാർജിൻ. ഓക്കെ, എത്ര ആയി. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്യേണ്ടത് ഏതാണ്, റിസൾട്ട് മാർജിൻ ഫിൽട്ടർ ചെയ്യുക. ഓക്കെ, റിസൾട്ട് മാർജിൻ. ഇനി ഇതിൽ റിസൾട്ട് മാർജിൻ എന്നുള്ളിടത്ത് ഷോ ഇൻ ആൾ ഐറ്റം കൊടുക്കുക. സോറി, റിസൾട്ട് മാർജിൻ അല്ല, റിസൾട്ട് എന്നുള്ളത് ഫിൽറ്ററിലിട്ട് കൊടുക്കുക. ഓക്കെ, വാല്യൂസിലല്ലോ. ഓക്കെ, ഷോ റിസൾട്ട് എന്നുള്ളതിൽ ഷോ ഫിൽറ്ററിലേക്ക് ഇട്ടിട്ട് ഇതിൽ റിസൾട്ടിൽ നമുക്ക് വേണ്ടത് വിൻസ് മാത്രം, റൺസ് മാത്രമല്ല വേണ്ടത്. അപ്പോൾ വിക്കറ്റും ടൈ ഒഴിവാക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഓൾറെഡി മുന്നത്തെ ഞാൻ ഇവിടെ മുകളിൽ ചെയ്തപ്പോൾ അതേപോലെ ഹൈലൈറ്റ് കൊടുത്തുകൊണ്ടാണ് ഇതിൽ ഹൈലൈറ്റ് വന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാം. അതിന്
ഈ കോളങ്ങളെല്ലാം സെലക്ട് ചെയ്യുക. നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട കോളങ്ങൾ സെലക്ട് ചെയ്യുക. അതെങ്ങനെ ചെയ്തതെന്ന് ഞാൻ കാണിച്ചത്. ഓക്കെ, എന്നിട്ട് ഫോർമാറ്റ് എടുക്കുക. ഫോർമാറ്റിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കുക. ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുത്തിട്ട് ഇത് ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ച റൂൾസ് ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു. സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് എടുക്കുക, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കുക. കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ഇത് റിമൂവ് ചെയ്യുക. നെക്സ്റ്റ് ആഡ് റൂൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഇതിൽ ഒരുപാട് കണ്ടീഷനുകൾ ഉണ്ട്. ഇതിൽ നമ്മൾ വേണ്ട ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വേണം. ഇവിടെ പിന്നെ ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ ചോദിച്ചത്? ഗ്രേറ്റർ ദാൻ 15 ആൻഡ് ആൾസോ ഫൈൻഡ് ഔട്ട് ദ ടോപ്പ് 10 അല്ലേ? അപ്പോൾ ഇവിടെ 15 കൊടുക്കുക. 15 കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇതിന്റെ കളർ എന്തെങ്കിലും ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളർ എടുത്തിട്ട് ഒരു കളർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കളർ ചേഞ്ച് വെച്ചിട്ടുണ്ട്. രണ്ടും കൊടുക്കുക. അപ്പോൾ ഇതേ രീതിയിലാണ് കളർ ചേഞ്ചിങ് നമ്മൾ എടുക്കൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ വേണ്ടത് ടോപ്പ് 10 അല്ലേ ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി. ഇനി ഹൈലൈറ്റ് ദ വിന്നിങ് മാർജിൻ ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ 15 അത് കണ്ടുപിടിച്ച്. ഇനി നെക്സ്റ്റ് ഇതിൽ ചോദിച്ചത് എന്താ വെച്ചാൽ ആൾസോ ഫൈൻഡ് ഔട്ട് ടോപ്പ് 10 വിന്നിങ് മാർജിൻ ഗ്രേറ്റർ ദാൻ 50 അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. ഈക്വൽ ടു ഫിൽറ്റർ. ഓക്കെ, ഫിൽറ്റർ കൊടുക്കുക. ദെൻ ഫിൽറ്ററിൽ റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ എൻ്റർ ടേബിൾ ആണ്. എൻ്റർ ടേബിൾ കൊടുക്കുക. ദെൻ കോമ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് ഓഫ് മാർജിൻ എന്നുള്ളത് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 50 ആയിരിക്കണം. കണ്ടീഷൻ ഉള്ളത് ഗ്രേറ്റർ ദാൻ 50 ആയിരിക്കണം. ഓക്കെ, ഇത് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 എന്നുള്ളതിന് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താക്കണം? ടോപ്പ് 10 അല്ല നമുക്ക് കിട്ടിൻ്റെ. അതിന് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ലാർജ് എന്നുള്ളത് കൊടുക്കുക. ലാർജ്. എന്നിട്ട് ലാർജ് ഡാറ്റ വേണം. ഏതാണ് ഡാറ്റ? ഏതാണ് ലാർജ് ആയിട്ട് കിട്ടേണ്ടത്? ലാർജ് എന്നുള്ളത് ഈ ഡാറ്റകൾ എത്ര n വാല്യൂ എത്ര? ടോപ്പ് 10 അല്ലേ? ലാർജിൽ ടോപ്പ് 10 നമുക്ക് വേണം. അപ്പോൾ അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ ഫിൽറ്ററിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് 10 കിട്ടും. പക്ഷേ ഇനി അതിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി ടോപ്പ് 10 കിട്ടും. ഓക്കെ, നോക്കാം, കിട്ടും. ടോപ്പ് 10 ഇവിടെ കിട്ടി. ഇനി അതിനെ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഇവിടെ സോർട്ടിനുള്ളത് കൂടി കൊടുത്താൽ മതി. സോർട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കണ്ടീഷൻ റേഞ്ച് ഇതാണ് നമ്മളെ റേഞ്ച്. ദെൻ സോർട്ട് കോളം സെക്കൻഡ് കോളം നമ്മൾ ചെയ്യേണ്ടത്. ദെൻ കോമ ഈസ് അസെൻഡിങ് ഫാൾസ് കൊടുക്കുക. ഫാൾസ് ഞാൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അസെൻഡിങ് അല്ല ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടണം. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പം ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടി. ഏറ്റവും ടോപ്പിലുള്ളത് നമുക്ക് 146, 102 അങ്ങനെ കുറഞ്ഞ് വരുന്ന രീതിയിൽ കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.